എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷം? അതെ ചേച്ചി, എല്ലാവരും പുറത്തു പോയി. ഇവിടെ ഞാൻ പിന്നെ വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ. അത് കാരണം ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു 1.5 പവൻ്റെ വളയുണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് പണയം വെച്ചു. എന്നിട്ട് അവിടെ ഒരു ഫാൻസി കട തുടങ്ങി. നിൻ്റെ അടുത്ത് പറഞ്ഞില്ല ഞാൻ, അതങ്ങ് തുടങ്ങി. കുറേ ആയി ഇങ്ങനെ മനസ്സിൽ കണക്കൂട്ടി ഇരിക്കുക. പിന്നെ അവരൊക്കെ വേണ്ട വേണ്ട, അതൊന്നും തുടങ്ങിയിട്ടാവില്ല, അവിടെ നിന്ന് കച്ചവടം കിട്ടുക എന്നൊക്കെ പറഞ്ഞു. ഞാനതൊന്നും കേട്ടില്ല. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ കച്ചവടമൊക്കെ കിട്ടുമോ? കച്ചവടം പറഞ്ഞാൽ ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ. വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു 500, 1000, 2000 റുപ്യൻ്റെ ഒക്കെ ഒരു വിധമൊക്കെ കച്ചവടം ആകും. പിന്നെ സ്കൂളൊക്കെ തുറക്കണ ആ സമയത്തൊക്കെ ഇച്ചിരി കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും കല്യാണമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ നല്ലോണം വരത്തുണ്ട്. ഇപ്പം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എനിക്കിനി ആരെങ്കിലും ഒരാൾ കിട്ടുകയാണെങ്കിലേ പിന്നെ നിർത്തണം എന്നുണ്ട് ഷോപ്പിൽ. അതെന്തായാലും നന്നായി. ഇവിടുത്തെ രാവിലത്തെ എല്ലാ പണിയും കണ്ട് വേണ്ട എനിക്ക് പോകണമെങ്കിൽ. പിന്നെ ആരെങ്കിലും രാവിലെ നേരത്തെ ഷോപ്പ് തുറക്കുകയാണെങ്കിൽ നല്ലതല്ലേ, രാവിലെ എന്തെങ്കിലും കച്ചവടം കിട്ടുമല്ലോ. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനും വരാം, അടുത്തല്ലേ ഷോപ്പ്. അപ്പം പിന്നെ അപ്പോഴും പൂട്ടണ്ടെന്ന് എനിക്ക്. ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ നോക്ക്, അതല്ലേ നല്ലത്. അതൊക്കെ വിചാരിച്ചിട്ടാ. ഇപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞാലേ ഒരാൾ അവിടെ നിർത്താലോ. പിന്നെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ പൂട്ടിയിട്ട് വരണ്ട. അതൊക്കെ വിചാരിച്ച് തന്നെയാണ് ഞാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞത്. നോക്കട്ടെ, നോക്കിക്കൊണ്ട് കുറച്ച് ആൾക്കാരെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ നിർത്തണം. പിന്നെ അതൊക്കെ പോകട്ടെ, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? അപ്പോൾ അവിടുത്തെ വിശേഷം പിന്നെ മൂത്തവൾ അടുത്തല്ലേ, അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോകും. പിന്നെ ചെക്കനിവിടെ ഇല്ലല്ലോ. പിന്നെ മരുമോള് ജോലിക്ക് പോകുന്നു, കുട്ടി സ്കൂളിൽ പോകുന്നു. രാവിലെ എനിക്ക് കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടാക്കണം. പിന്നെ 3-3:30 ആകുമ്പോഴേക്കും തിരിച്ച് വീടെത്തും. അപ്പോഴേക്കും അതിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. വീട്ടിലിങ്ങനെ ഓരോരോ പണികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ അവൾ ലീവുള്ള ദിവസമാണ് ഇതുപോലെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പുറത്തിറങ്ങാനൊക്കെ പറ്റുക. അങ്ങനെ ഇപ്പോൾ എല്ലാവരും നന്നായിരിക്കണം, കുഴപ്പമൊന്നുമില്ല. ഇവരും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടിരിക്കുന്നു. പിന്നെ പെൺകുട്ടി നാട്ടിൽ വന്ന കാര്യം അറിയുന്നതല്ലേ. പിന്നെ ഇന്നലെ ഞായറാഴ്ച, ഞാൻ ഇന്നലെ ഷോപ്പ് തുറന്നില്ല. നേരെ രാവിലെ തന്നെ പോയി കുഞ്ഞിനെ കണ്ട് വൈകുന്നേരം ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ വരുമ്പോൾ ഒരേ കരച്ചിലായിരുന്നു, കുഞ്ഞ് കൂടെ വരണം എന്ന് പറഞ്ഞിട്ട്. സങ്കടം. ഇനിയിപ്പോൾ അടുത്ത ഞായറാഴ്ച ഞാൻ പോകും. ഇപ്പോൾ ഷോപ്പ് വെച്ച കാരണം പിന്നെ എങ്ങനെ ഞായറാഴ്ചകളിൽ പോകും. അല്ലാത്ത മുന്നേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുമായിരുന്നു അവർ വന്ന സമയത്തൊക്കെ. ഇപ്പം പിന്നെ അതിനൊന്നും വഴിയില്ലല്ലോ. പിന്നെ ഹേവ് മോന് ഇന്നാ സ്കൂൾ തുറക്കുന്നത്, 8-ാം തീയതി. 1-ാം തീയതി അവൻ തുറന്നിട്ടില്ല. എന്താ അവിടെ സ്കൂളിലൊക്കെ പോകുന്നതൊക്കെ റോഡ് പണി എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇന്ന് രാവിലെ ഒരേ തിരക്കായിരിക്കും. ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ മോനോ, അവൻ വിളിക്കലില്ലേ? അവൻ വിളിക്കലുണ്ട്. ഇപ്പോൾ അവൻ പോയിട്ടും കുറച്ചായില്ലേ. പിന്നെ അവളിവിടെ അവനോട് ഇല്ലാണ്ട് ഇങ്ങനെ എത്രയെന്ന് വെച്ചാൽ ഇരിക്കുക. അപ്പം അവൻ്റെ ജോലി സ്ഥലത്തേക്ക് അവളെ കൂട്ടിയിട്ട് പോയിട്ട് എത്ര 6 മാസം അങ്ങനെയായി. ഇപ്പോൾ കുഞ്ഞ് സ്കൂളിൽ പോകാനായി, അവനെ അവിടെ ചേർത്തിരിക്കണം അത്രേ. ഇങ്ങനെ വിളിക്കും, വീഡിയോ കോളിൽ കാണും, സമയം കിട്ടുമ്പോൾ ഒന്ന് വന്നിട്ട് പോകും. അങ്ങനെയൊക്കെ തന്നെ പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് വന്നിട്ട് പോയതാ. അന്നല്ലേ ഞാൻ ഇറങ്ങട്ടെ, നീ ഷോപ്പിലേക്ക് പോയിക്കോ. പിന്നെ ഞാൻ അനിയത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകട്ടെ, അല്ലെങ്കിൽ അവൾ നമ്മുടെ അടുത്ത് പിണങ്ങില്ലേ. 2 ചേച്ചിമാരും വരുന്നില്ല പോകുന്നില്ല പറഞ്ഞിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പരാതി പറയലുണ്ട്. എനിക്ക് തന്നെ ഇവിടെ എപ്പോഴും പോകാൻ സമയം കിട്ടില്ലല്ലോ. ഞാൻ അവിടെ പോയിട്ട് നാളെ രാവിലെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുള്ളൂ. ഇരിക്കിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോവാ. ഇല്ല, ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നില്ല, വെയിലാകുമ്പോഴേക്കും ഞാൻ അവിടെ എത്തട്ടെ. ശരി എന്നാ. വേണ്ട. എന്നാ പിന്നെ ശരി. സമയം കഴിഞ്ഞല്ലോ, നേരത്തെ വരണ്ടാണല്ലോ. അവൾക്ക് ചായ അവളെ കൊണ്ട് വെക്കാം, അത് നല്ലത്. ഇതെന്താ വണ്ടിയും കാണുന്നു, മൂപ്പര് നേരത്തെ വന്നോ? രാത്രി 10 മണി ആകുന്നുണ്ടാണല്ലോ. എന്താ പറ്റി? ഇന്ന മോളെ ചായ കുടിക്ക്. അല്ല, എന്തത്ര വൈകിയത്? മോളോ? ഇതെന്താ സംഭവം? ഒന്നുമില്ല, ഞാൻ കുറച്ച് നേരത്തെ വന്നപ്പോഴേ കുറച്ച് ചായ വെച്ചു, അത്രേ ഉള്ളൂ. ഇന്ന ചായ കുടിക്ക്. അല്ല, എന്നാലും ഒന്ന് പറയും, ഇത്ര നേരത്തെ നിങ്ങൾ ഇറങ്ങലില്ലല്ലോ കടയിൽ നിന്ന്. എന്താ നേരത്തെ ഇറങ്ങാൻ കാരണം? എങ്ങോട്ട് പോകാനുണ്ടായിരുന്നോ? അല്ല, ഷോപ്പ് പോയി ഓരോന്നും കഴിഞ്ഞില്ലേ, നിന്റെ പണയം വെച്ച് വളയും തിരിച്ചെടുത്തില്ലേ, കച്ചവടം കുഴപ്പമില്ല. ഈ 1 വർഷമായിട്ട് ഇപ്പം ആദ്യമായിട്ടാണല്ലോ ചോദിക്കുന്നത് കച്ചവടമൊന്നും കുഴപ്പമില്ലല്ലേ എന്നുള്ളത്. ഇതുവരെ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടേ ഇല്ലല്ലോ ഒന്നും. എല്ലാവരും കൂടി പറഞ്ഞതല്ലേ വേണ്ട വേണ്ട വെക്കണ്ട എന്നുള്ളത്. ഇപ്പം എൻ്റെ നിർബന്ധത്തിൽ ഞാൻ വെച്ചപ്പോൾ അത് കുഴപ്പമില്ലാണ്ട് പോകുന്നു. വളച്ചു കെട്ടുള്ള കാര്യം പറയാം. ഒരു 50,000 രൂപ എനിക്ക് കൊടുക്കാനുണ്ട്. നിന്റെ പണയം വെക്കുന്നുണ്ടോ? ഇല്ല, ബാങ്കിൽ പൈസ ഉണ്ടെങ്കിൽ അത് വേണ്ട, പൈസ എടുത്താൽ മതി. അപ്പം വെറുതെ അല്ല ചായയും വെച്ച് ഇവിടെ കാവലിരുന്നത് അല്ലേ? ഷോപ്പ് തുറന്നിട്ട് 1 വർഷം കഴിഞ്ഞില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയട്ടെ, വള വെച്ചിട്ടും അതുപോലെ 1 വർഷം കഴിഞ്ഞില്ലേ? ഇന്ന് വരെ നിന്റെ വള തിരിച്ചെടുത്തോ? നിനക്ക് ഷോപ്പിൽ കച്ചവടം ഉണ്ടോ? നിന്റെ കച്ചവടം എങ്ങനെ പോകണം? എന്തെങ്കിലും സഹായിക്കണോ? എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങൾ ചോദിച്ചോ?
ഇല്ല. അപ്പം ഞാൻ 2-3 ദിവസമായിട്ടുള്ള ഈ വള തിരിച്ചെടുത്തിട്ട് വള പണയം വെക്കാൻ കൊണ്ട്, അല്ലെങ്കിൽ 50,000 രൂപ നിങ്ങളെ സഹായിക്കുന്നു. ഞാൻ ഇവിടെ വാരല. ഞാൻ എന്തിനു പറയുന്നത്? എല്ലാവരും പറയുന്നുണ്ടല്ലോ, നിന്റെ ഭാര്യ കടവച്ചോടെ നല്ല കച്ചവടമുണ്ട്, നല്ല രാശിയുണ്ട്. പിന്നെ ഞാൻ എന്തിനു പറയുന്നത്? ഞാനും കൂടി പറഞ്ഞ കണ്ടിട്ടില്ലേ? നിങ്ങളും കൂടി പറഞ്ഞ കണ്ണു തെറ്റെന്ന് പറഞ്ഞിട്ടാ? നല്ല ആളാ. ഞങ്ങൾ ഒരാളുടെ സപ്പോർട്ടില്ലാണ്ട് എൻ്റെ ഭാര്യ ഒറ്റയ്ക്ക് തുടങ്ങിയിട്ടുണ്ടല്ലോ ഷോപ്പ്. അവളുടെ ധൈര്യം നോക്കുക. അവളെന്തായാലും ചെയ്തല്ലോ, ഞങ്ങൾ എല്ലാവരും വേണ്ട വേണ്ട പറഞ്ഞിട്ട്. ഇപ്പൊ കച്ചവടം ഉണ്ട്, നന്നായിട്ട് പോകുന്നു എന്ന് പറഞ്ഞ് പ്രോത്സാഹനം തരിക വേണ്ടത്. അല്ലെ കണ്ണു തട്ടും പറഞ്ഞിട്ട് ഒന്നും ചോദിക്കാതിരിക്കുകയല്ലേ വേണ്ടത്. വെറുതെ നിങ്ങൾ ഓരോ കള്ളത്തരം പറയണ്ട. നിങ്ങൾ ആരാളെന്ന് എനിക്കറിയില്ലേ. അപ്പൊ വള വേണത്രേ, വള തരാം ഞാൻ. എന്താണ് നിന്റെ വള കിട്ടുന്ന ആഗ്രഹമുണ്ട്? വള വേണ്ട, ബാങ്കിൽ പൈസ കിട്ടുന്ന മതി. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ആ വള 1.5 പവൻ്റെ വള പണയം വെച്ചിട്ടാണ് ഞാൻ ഷോപ്പിൽ അഡ്വാൻസും കൊടുത്ത് ഗവൺമെന്റ് സാധനങ്ങൾ മേടിച്ചിട്ടത്. എന്നിട്ട് ഇനിയിപ്പോൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഞാൻ പതുക്കെ ഇങ്ങനെ എടുത്തതാ. ഇതിപ്പോൾ നിങ്ങൾ എന്താ ചോദിക്കുന്നത്? ഇത് പണയം വെക്കാൻ, അല്ലെങ്കിൽ 50,000 രൂപ എൻ്റെ കയ്യിൽ ഉണ്ടോന്നോ? അവിടെ നോട്ടടിക്കുന്ന പണിയല്ല എനിക്ക്. ചെറിയ കച്ചവടം കിട്ടുന്നത്. നിങ്ങൾക്ക് എന്നെക്കാളും വരുമാനമില്ലേ നിങ്ങൾക്ക്? 5 പൈസ വീട്ടിൽ മര്യാദ തരുന്നുണ്ടോ? കിട്ടുന്നത് മുഴുവൻ കള്ളും കുടിച്ചിട്ട് വന്നിട്ടേ അത് വീട്ടിൽ ഇപ്പം ഞാൻ കച്ചവടം തുടങ്ങിയല്ലോ, അപ്പോൾ വീട്ടിലേക്ക് ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അത്രയും സന്തോഷമാണ് നിങ്ങൾ നടക്കുന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് കടം ചോദിക്കാൻ വരുന്നതാ. എടുത്ത് വെക്കണം എന്നെ പോലെ. നീയാണ്ടി എന്നെ കുടികാരനാക്കുന്നത്. കള്ള് കുടിക്കാണ്ട് പറഞ്ഞ് കുടിച്ചു എന്ന് പറയും. രണ്ട് മക്കൾ കല്യാണം കഴിഞ്ഞു. ഇനി ഞാൻ ആരൊക്കെ എടുത്തു വെക്കാനാ? വേണ്ട, 5 പൈസ എടുത്ത് വെക്കണ്ട. 2 മക്കളുടെയും കല്യാണം കഴിഞ്ഞില്ലേ? ഇനി കിട്ടുന്നത് മുഴുവനും കള്ളു കുടിച്ച് നടന്നോളി. കള്ളു കുടിച്ച് കഴിഞ്ഞില്ലേ? പൈസ 5 പൈസ കഴിയില്ലല്ലോ. നേരെ പോയിട്ട് എവിടെയാ കൊടുത്ത് കള്ളു കുടിക്കുക, അവിടെ പോയിട്ട് 50,000 രൂപ വാങ്ങിട്ട് പോയി. അല്ലെ എൻ്റെ അടുത്തല്ല ചോദിക്കുന്നത്. എൻ്റെ അടുത്ത് ചോദിക്കണമെങ്കിൽ ഇവിടെ പൈസ തന്നിട്ട് വേണം ചോദിക്കണമെങ്കിൽ. നീ ആവശ്യമില്ലാത്ത കാര്യം അങ്ങനെ സംസാരിക്കണ്ടേ. എനിക്ക് വള അല്ലെങ്കിൽ പൈസ, അത് രണ്ടിനും ഒന്ന് കിട്ടിയാലേ പറ്റൂ. എനിക്ക് അർജന്റ് കൊടുക്കേണ്ട പൈസ. നിങ്ങളത് ഭീഷണിപ്പെടുത്തുന്നത്? ഈ വള പണയം വെച്ചതേ ഞാൻ 2 ദിവസമായിട്ടുള്ള എടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആരോട് ചോദിക്കും? ഞാൻ എടുക്കണ്ടായിരുന്നു, എടുത്തപ്പോൾ തെറ്റായി പോയത്. അതിനേ നിന്റെ കടയിൽ കച്ചവടം കിട്ടിയേ അത് എന്റെയും കൂടി ഭാഗ്യ. നീ ആദ്യം വളയാക്കി കുട്ടി. എനിക്ക് സമയമില്ല. നീ എന്താ പറയുന്നത്? എൻ്റെ ഷോപ്പിൽ കിട്ടുന്ന പൈസയെ ഞാൻ 5 പൈസ ചിലവാക്കില്ല. എനിക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടറിയോ? ഒരു സാധനം പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ആദ്യം കടം വീട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് കുറച്ച് ആ ചേച്ചി ബാങ്കിൽ നിന്ന് പിരിവിന് വരുമ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് കൊടുക്കുക. കിട്ടുന്ന 200, 300, 400 ആയിട്ട് അങ്ങനെ തികച്ചാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ ഞാൻ ഇതിനെ അഴിച്ച് നിങ്ങൾക്കിപ്പോൾ തരണം അല്ലേ? എന്നിട്ട് ഞാൻ വീണ്ടും ഇതുപോലെ കഷ്ടപ്പെട്ട് അവരോട് അടച്ചിട്ട് എന്നിട്ട് എടുക്കണം അല്ലേ? ഭർത്താക്കന്മാരോട് ബുദ്ധിമുട്ട് വന്നാലേ ഭാര്യമാർ സഹായിക്കണം. അതൊക്കെയാണ് സ്നേഹമുള്ള ഭാര്യ. എന്നാലേ വള തരൂല്ല. എനിക്ക് നിങ്ങളോട് ഒട്ടും സ്നേഹവുമില്ല. അത് തന്നെയാണ്. നിങ്ങൾക്ക് ഞാൻ വള തരുമ്പോൾ വിചാരിക്കണം. നിങ്ങൾ വന്ന വഴിക്ക് തന്നെ പോയി ആരത്തിനും ചോദിക്കും. ഒരുപാട് ഫ്രണ്ട്സും കമ്പനിക്കാരൊക്കെ ഉണ്ടല്ലോ, ആരുടെയും വാങ്ങിച്ച് നിങ്ങൾ കൊടുക്കാനവർക്ക് കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിൻ്റെ കടം? മക്കളെ കല്യാണം കഴിച്ച് കൊടുത്ത വല്ല കടമുണ്ടോ? അത് വീടിൻ്റെ വല്ല കടമുണ്ടോ? പിന്നെ എന്തിനു വെച്ച് നിങ്ങൾ കടം വാങ്ങിച്ചത്? അത് 50,000 രൂപ അത്രേ, 1-2 രൂപയല്ല. എന്തിനാണ് ഏതിനാണ് ഒന്നും നീ അറിയണ്ട. ഞാൻ 10 ദിവസത്തിനുള്ളിൽ വള എടുത്തത്. എനിക്ക് വള കിട്ടണം, കിട്ടിയാലേ പറ്റൂ. നിങ്ങൾക്ക് ആരെങ്കിലും തിരിമറി നടത്താനായിരിക്കും അല്ലേ? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാകും. അപ്പം എൻ്റെ ഭാര്യനെ കൊണ്ട് വാങ്ങിച്ചു വരാമെന്ന് പറഞ്ഞതാ. ഇവിടെ നിങ്ങളുടെ പഴയൊരു കളിയുണ്ടല്ലോ, അതൊന്നും ഇനി ഇവിടെ നടക്കില്ല. ആദ്യം കുറേ ഭീഷണിപ്പെടുത്തിയതാ. എന്നിട്ട് ഓരോരോ സാധനം അതുകൊണ്ട് അവൻ്റെ വാങ്ങിച്ചിട്ട് പോയ ആളാ. ഇനി ഞാൻ വള തരാം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും തരും, ഞാൻ തരില്ല. അല്ലെങ്കിൽ ഞാൻ പിള്ളേരെ വിളിച്ച് പറയും. പറയടി മക്കളെ, എന്നെ വിളിച്ചു. എന്താ മനുഷ്യൻ നിങ്ങൾ ചെയ്തത്? ആ ടീമിനെ എറിഞ്ഞ് പൊട്ടിച്ചോ? നിങ്ങൾ എന്തുകൊണ്ടാണ് എറിഞ്ഞത്? നാണോ ഉണ്ടോ നിങ്ങൾക്ക്? ചുറ്റും എത്ര ആൾക്കാരാ ഉള്ളത്? ഇത്രയും വലിയ മക്കളുമായിട്ട് ആ പണ്ടത്തെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലാലോ. എന്താ പറയാ? ഞാൻ ആരോട് എന്റെ സങ്കടം പറയാ ദൈവമേ? കേൾക്കട്ടെ ആൾക്കാര്, മര്യാദക്ക് വള പണയം വെക്കുന്നോ, ഇല്ലെങ്കിൽ ഞാൻ ആദ്യം ടീമിനായിരിക്കും എറിഞ്ഞു പൊട്ടിക്കുക. ഇതാ കൊണ്ടുപോകും. കഴിഞ്ഞില്ലേ? ഇനിയൊന്നും കൂടെ ചോദിച്ചു വരാനില്ലല്ലോ. അങ്ങനെ വഴിക്ക് പാടി കുറച്ച് നേർത്താണോ? നാട്ടുകാരന് മുഴുവൻ അറിയിക്കുന്ന വല്ല ആവശ്യമില്ല. എന്തിനാണ് നോക്കി പേടിപ്പെടുത്തുന്നത്? നിനക്ക് ഞാൻ 1 മാസത്തിനുള്ളിൽ എടുത്ത്